ഇന്നും 5 അപകടങ്ങളാണ് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലായി. അതും ഉച്ചയ്ക്ക് മുമ്പുള്ള കണക്കാണ് ഞാനീ പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷവും നമുക്ക് ഒന്നും അപകടങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണ് ഓരോ ദിവസവും വരുന്ന കണക്കുകൾ നമ്മയൊക്കെ ഞെട്ടിക്കുന്നതാണ്. റോഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ പോലും നമുക്ക് ഭയമാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഗതാഗത കമ്മീഷണർ ശ്രീ നാഗരാജു സാർ ചേരുന്നുണ്ട്. ഒപ്പം റോഡ് സേഫ്റ്റി വിദഗ്ധൻ, റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ അടക്കമുള്ളവർ ചേരുന്നുണ്ട്. ആർ രമണൻ, എൻഫോഴ്സ്മെന്റ് RTO ആലപ്പുഴയിലെ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട അതിന്റെ തുടർച്ചയൊക്കെ അദ്ദേഹത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം നാഗരാജു സാറിലേക്ക്. നാഗരാജു സാർ, ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ച നടത്തുമ്പോൾ അത്യന്തം വിഷമസന്ധിയിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച നടത്തേണ്ടി വരുന്നത്. കാരണം ഇന്നത്തെ അപകടത്തിൽ മരിച്ച ദേവനന്ദൻ എന്ന ചെറുപ്പക്കാരൻ്റെ, ആ 19കാരൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ദൃശ്യമാണ് നമ്മൾ കാണിച്ചത്. ഇന്നും നമുക്ക് ആ ഞെട്ടല് മാറിയിട്ടില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് സാർ ഇന്നും 5 അപകടങ്ങളാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി ഉണ്ടായിരിക്കുന്നതിൽ 2 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. അനുദിനമുള്ള ഈ അപകടങ്ങളുടെ വർധനവ്, മരണവും ഒക്കെ തന്നെ ഗതാഗത വകുപ്പ് എങ്ങനെയാണ് കാണുന്നത്? അങ്ങ് ഇതിനെ എങ്ങനെ കാണാനാണ് ആമുഖമായി ആഗ്രഹിക്കുന്നത്? ഇത് വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആക്സിഡൻറ്റ്സ് നമ്മൾ നടന്നതായിട്ട് നമ്മൾ അറിയുന്നു. ഇതിൻ്റെ മെയിൻ കാരണം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ, ഡ്രൈവിംഗ് ഹാബിറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ തുടക്കം MVD ആലോചിക്കുന്ന കാര്യം, ഡ്രൈവിംഗ് ടെസ്റ്റിനെ തന്നെ നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആയിരിക്കണം. നിലവിലുള്ള ഒരു തിയറി ടെസ്റ്റ്, ഒരു RTO നടത്തുന്ന ഒരു ക്ലാസ്, അത് കഴിഞ്ഞിട്ട് റോഡ് ടെസ്റ്റ്, H ടെസ്റ്റ്, 8 ടെസ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഈ ടെസ്റ്റ് മറ്റ് രാജ്യങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണെന്ന് പറയാം. കാരണം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ പുറത്തെ രാജ്യം പോയിട്ട് അവിടെ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫെയിൽ ആവും. ഡ്രൈവിംഗ് ടെസ്റ്റ് 20 ചോദ്യങ്ങളിലെ 60% പാസ്സായാൽ മതി. 13 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ എഴുതിയാൽ പാസ്സാവുന്ന ഒരു സിസ്റ്റമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ സിസ്റ്റം നമുക്ക് ഒരു മാറ്റേണ്ട ആവശ്യമുണ്ട്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി തന്നെ കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കണം, സ്ട്രിക്റ്റ് ആക്കണം, കൂടുതൽ എണ്ണം ഉണ്ടാവാൻ പാടില്ല, എണ്ണം കുറച്ചിട്ട് മതി, ഓരോ കാൻഡിഡേറ്റിന് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മതി പാസ് ചെയ്യാനുള്ള നിർദ്ദേശം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ പെർ സ്ലോട്ട് ഒരു 40 കാൻഡിഡേറ്റ്സിന് കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം ഡ്രൈവിംഗ് ഹാബിറ്റ്സ്, ഡ്രൈവിംഗ് സിലബസ്, മൊത്തം 24 ചെക്ക് ലിസ്റ്റ് ഉണ്ട് നമുക്ക്. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം ഓരോ ഐറ്റം ഈ കാൻഡിഡേറ്റ് പാസ് ആവണമെന്ന് നമ്മൾ എല്ലാ ഉദ്യോഗസ്ഥർക്ക്, ടെസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മതിയാവില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകേണ്ടി വരും. കാരണം ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് അവിടെ നമ്മൾ ഒരു കർശനമായ ചില വ്യവസ്ഥകൾ വേണം. കാരണം നമ്മുടെ സംസ്ഥാനത്ത് വാഹനങ്ങളുടെ പെരുക്കമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിനായി നിർദ്ദേശങ്ങൾ വെച്ചത്. പക്ഷേ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് യൂണിയനുകളൊക്കെ രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ നമുക്കൊരു ഐ ഓപ്പണായി ഇത്തരം ഇന്നലത്തെയൊക്കെ സംഭവങ്ങൾ മാറുമ്പോൾ ഒരു തിരുത്തലിലേക്ക് കടക്കേണ്ടതുണ്ടല്ലേ? അതൊക്കെ പുനഃപരിശോധിക്കേണ്ടി വരുമല്ലേ? ഉറപ്പായിട്ട് നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾസിൻ്റെ ഇൻസ്ട്രക്ടേഴ്സ് അവരുടെ ക്വാളിഫിക്കേഷൻസ് നോക്കുമ്പോൾ നമ്മൾ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം ചില ക്വാളിഫിക്കേഷൻസ് അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ക്വാളിഫിക്കേഷൻസിൽ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആണ്, ഒരു പോളിടെക്നിക് ഓഫർ ചെയ്യുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പക്ഷേ അതിലെ റോഡ് സേഫ്റ്റിനെ ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ അതിലെ കാണുന്നില്ല. കാരണം അവർ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട്, ഈവനിങ് കോളേജസ് ഉണ്ട്. ഈ കോളേജസിലെ ഒരു ചടങ്ങായിട്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അവർ ഇൻസ്ട്രക്ട് ആവുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഇനി നിർത്തേണ്ടി വരും. കാരണം റോഡ് സേഫ്റ്റിനെ ബന്ധപ്പെട്ട് അറിയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർ തന്നെ ആവേണ്ടത്. അത് മിക്കവാറും അത് ആ ഒരു ശ്രമത്തിലാണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ആ ഒരു കൾച്ചർ, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കൂട്ടേണ്ട ആവശ്യമുണ്ട്. ട്രെയിനിങ് ഓഫ് ദ ട്രെയിനേഴ്സ് കൂടെ ആവശ്യമുണ്ട്. ചില ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ IDTR എടപ്പാൾ, മലപ്പുറം. അവിടെ മോട്ടോർ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സിനെ, ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സിനെ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് കൂട്ടുക, അതിൻ്റെ ഓപ്ഷൻസ് കൂട്ടുക. ഇപ്പോൾ 4 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ റാൻഡമായിട്ട് നമ്മൾ ഒരു ആൻസർ വെച്ച് കഴിഞ്ഞാൽ 25% പ്രോബിലിറ്റി ഉണ്ട് ആ ആൻസർ കറക്റ്റ് ആവാൻ. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ആൻസർ കറക്റ്റ് ആവാൻ സാധ്യത ഉണ്ട്.
അപ്പോൾ അതിൽ നമ്മൾ ഐ ഡോണ്ട് നോ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ വെക്കാൻ നോക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കണം. ഒരു സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ നോളജ് ഇതിൽ അത്യാവശ്യമാണ്. ഒരു ഫിസിക്സ്, ഒരു ബയോളജി, ഈ മൊമെൻറ്റം റിലേറ്റഡ് ആസ്പെക്ട്സ് നമുക്ക് അത്യാവശ്യമാണ്. സോ ഈ കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം എല്ലാ ലേണേഴ്സ് എടുക്കുമ്പോഴുള്ള ആ പരീക്ഷാ ഘടന മുഴുവൻ മാറേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ 20-ൽ 12 നമ്മൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പരീക്ഷ ടെസ്റ്റ് അപ്പോൾ അതൊക്കെ ഉടച്ച് മാറ്റേണ്ടി വരുമല്ലേ? മാറ്റേണ്ടി വരും. അതിൻ്റെ ഡിസ്കഷൻസിലാണ്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അതിൻ്റെ ഒരു ലേണേഴ്സ് മോക്ക് ടെസ്റ്റ് ആപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ആപ്പിൻ്റെ നമ്മൾ ട്രയൽ വെർഷൻ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ആ ആപ്പ് വന്നു കഴിഞ്ഞാൽ ഇനി ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ തിയറി മൊത്തം പഠിക്കാം. അത് ഒരു ഗെയിമിഫൈഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അവരുടെ റോഡ് സേഫ്റ്റിനെ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ആപ്പ് വഴി നമ്മൾ ടെസ്റ്റ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഒരു റിയൽ എക്സാം നടത്താവുന്ന മുമ്പ് തന്നെ ഞാൻ വീട്ടിലെ ഓൾഡ് പേപ്പേഴ്സിന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഈ ആപ്പ് വഴി മോക്ക് ടെസ്റ്റ് ഞാൻ അപ്പിയർ ചെയ്യാം. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ നോക്കുന്നത് ഇതിലെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 1000 പോയിന്റ്സ് ക്രോസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇനി ഇടയ്ക്ക് RTO ഓഫീസ് പോയി ഇരുന്ന് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടാനും നമ്പർ ഓഫ് ഓപ്ഷൻസ് കൂട്ടാനും ആ തിയറി എളുപ്പമായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആക്കാനും ഇത് നമ്മൾ നോക്കുകയാണ്. തീർച്ചയായും. ഇനി സാർ, നമ്മളെ ഇന്നലത്തെ അപകടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് RTO വിഭാഗങ്ങൾ നമുക്കറിയാം 80-ലേറെ. പക്ഷേ അവരുടെയൊക്കെ ഒരു പ്രശ്നം, അവരുടെയൊക്കെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അവർക്ക് പരിശോധനയ്ക്ക് വേണ്ടുന്ന വാഹനങ്ങളുടെ ഒരു അപര്യാപ്തത ഉണ്ട്. നേരത്തെ അത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തിയതാണ്. ധനവകുപ്പുമായി അതിൻ്റെ ആശയവിനിമയങ്ങൾ വാഹനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് റിക്വസ്റ്റ് പലതവണ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശോച്യാവസ്ഥയിലാണ് ഈ സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കവിടെ പരിശോധനയുടെ എണ്ണം കൂടുന്നില്ല എന്ന് അതിൻ്റെ പോരായ്മകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും ഈ സബ് RTOമാർക്ക് വല്ലാത്ത അവർക്ക് വാഹനങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വകുപ്പിന്റെ ശ്രദ്ധയിൽ, അങ്ങയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിലെന്ത് നമുക്ക് ഉടനടി പരിഹാരം യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണോ? ഈ വാഹനങ്ങളുടെ അപര്യാപ്തത എന്നുള്ളത് നമുക്കിനി തീരാൻ പോവുകയാണ്. ഈ അടുത്ത ആഴ്ചയിൽ തന്നെ നമ്മൾ ഒരു 20ഓളം വാഹനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ സാങ്ഷൻ കിട്ടി, അതിൻ്റെ ടെൻഡർ പ്രോസസ്സൊക്കെ ആയി. അതൊക്കെ എൻഫോഴ്സ്മെൻറ്റ് വാഹനങ്ങളായിരിക്കും. അത് എല്ലാ ഓഫീസേഴ്സിനും അറിയാവുന്ന കാര്യമാണ്. ഇതല്ലാതെ റോഡ് സേഫ്റ്റി അതോറിറ്റി വഴി നമുക്ക് ഇനിയൊരു 25 വാഹനം കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു നല്ല ഒരു സ്ട്രെങ്ത് ആയിരിക്കും. എല്ലാ ഓഫീസേഴ്സ് മാക്സിമം നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്, ചെക്കിങ് ചെയ്യുന്നു. 24 മണിക്കൂർ ഡിപ്ലോയ്മെൻ്റ് ആണ് നമ്മുടെ പ്ലാനിൽ തന്നെ. പിന്നെ ഓരോ പ്രശ്നം നോക്കുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഡ്രൈവ്സ് ഉണ്ടാവും. ഓവർ സ്പീഡിങ് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ഏരിയാസിൽ ചില പ്രശ്നങ്ങളുണ്ട്. ചില ടൈപ്പ് ഓഫ് വാഹനങ്ങളിലെ വയലേഷൻസ് നമ്മൾ നോട്ടീസ് ചെയ്യും. അപ്പോൾ അതാത് വാഹനങ്ങളും അതാത് റൂട്ട്സിലെ സ്പെഷ്യൽ ഡ്രൈവ്സ് നമ്മൾ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് നടത്തുന്നുണ്ട്. അതിന്റെ നമ്മുടെ കയ്യിലെ ഡെയിലി റിപ്പോർട്ട്സ് ഉണ്ടാവും. നമ്മുടെ ഡേറ്റാസ് പ്രകാരം ഈ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെ ഡെത്തിന് കുറവ് വന്നിട്ടുണ്ടോ? ഈ അപകടങ്ങൾ അതിന്റെ എണ്ണം കൂടുന്നുണ്ടോ? എങ്ങനെയാണ് ഡെത്ത് റേറ്റിൽ എങ്ങനെയാണ് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടോ? വന്നിട്ടുണ്ടോ? അതിന്റെ ചേഞ്ചസ് കാണുന്നുണ്ടോ? ചേഞ്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 22-23 വർഷം പിന്നെ 23-24 വർഷം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്സിഡൻസിൻ്റെ എണ്ണം കൂടി, പക്ഷേ ഫെറ്റാലിറ്റീസ് ഡെത്ത് റേറ്റ് കുറഞ്ഞു. അപ്പോൾ ഫോർ എക്സാമ്പിൾ 22-23 42-83 ഡെത്ത് നമ്മുടെ സ്റ്റേറ്റ് മുഴുവൻ. പക്ഷേ 23-24 38-99. അപ്പോൾ ഏകദേശം 400ഓളം, ദാറ്റ് മീൻസ് അബൌട്ട് 10% ഡെത്ത് റേറ്റ് ഒരു വർഷം കൊണ്ട് നമ്മൾ കുറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് നോക്കുമ്പോൾ ഏകദേശം ഒരു 8% വർധന നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വി ആർ നോട്ട് ക്യാപ്ചറിങ് വൺ മോർ ഡേറ്റ, നമ്പർ ഓഫ് വോള്യൂം ഓഫ് വെഹിക്കിൾസ് കൂടി വരികയാണ്. ഓരോ വർഷം വി ആർ ആഡിങ് ലോട്ട്സ് ഓഫ് വെഹിക്കിൾസ് ഇൻ ദ സ്റ്റേറ്റ്. വി ഓൾറെഡി ഹാവ് എ വെഹിക്കിൾ റേഷ്യോ ഓഫ് 1:2. നമ്മുടെ പോപ്പുലേഷനെ പകുതി ആൾക്കാർക്ക് വെഹിക്കിൾസ് ഉള്ള ഒരു കണക്കാണ്. സോ ദാറ്റ് മീൻസ് വി ഹാവ് എ വെരി ഹെവി വെഹിക്കിൾ ഡെൻസിറ്റി ആൻഡ് എവറി ഇയർ വെഹിക്കിൾ ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആക്സിഡൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫെറ്റാലിറ്റി ലക്കീലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായും നമുക്ക് എന്തായാലും സാറേ ഈ വിദഗ്ധരുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങൾ നഗരസ്ഥർ നമ്മളെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ മേഖലയിലോട്ട് പരിചയസമ്പന്നരാക്കിയ അല്ലെങ്കിൽ പുലർത്തിയിരുന്ന ആളുകളുടെയൊക്കെ തന്നെ അനുഭവങ്ങളും അവർക്കൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കണം എന്നൊരു അപേക്ഷ കൂടി ഞാൻ വെക്കുകയാണ്. ഞാൻ ശ്രീ ഉപേന്ദ്രനാരായണിലേക്ക് പോവുകയാണ്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നമുക്കറിയാമല്ലോ നമുക്കിനി സമയമില്ല. കാരണം ഓരോ ദിവസവും എത്ര കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. കണക്കുകൾ പരിശോധിച്ച് എത്രയോ കുടുംബങ്ങൾ അനാഥമായി നിൽക്കുന്നു. അതിൽ കൂടുതലും യുവാക്കളാണ്, കൗമാരപ്രായക്കാരാണ്. അപ്പോൾ നമുക്കൊരു തിരുത്തൽ വേണം. അപ്പോൾ നമുക്ക് ആരോഗ്യകരമായ നിർദ്ദേശം അങ്ങേക്ക് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുൻപാകെയും വെക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. അനേകം നിർദ്ദേശങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ റോഡ് ആക്സിഡന്റ് എന്ന് പറയുന്ന വാഹനങ്ങൾ 24/7 365 ഡേയ്സ് റൗണ്ട് ക്ലോക്ക് ഓടിക്കൊണ്ടിരിക്കും. അപകടങ്ങളും അത് കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കൂടുതൽ ലോങ് ടേം മെഷേഴ്സ് ആണ്. നമുക്ക് ഇൻസ്റ്റന്റ് മെഷേഴ്സ് ആണ് വേണ്ടത്. ഇപ്പൊ അദ്ദേഹം ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞു. അത് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരുടെ കാര്യങ്ങളാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപകടങ്ങൾ കുറച്ച് റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുന്നതും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ റോഡ് ഡ്രൈവിംഗ് എറേഴ്സ് കറക്റ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ട് എന്റെ ഒരു വണ്ടിയിൽ ഞാൻ പബ്ലിക് അസിസ്റ്റോ ഒരു പോലീസുകാരനെയും വെച്ചിട്ട് കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റിലും നാഷണൽ ഹൈവേയിലും കൂടി ഡ്രൈവർമാരുടെ സഹോദര ഇങ്ങനല്ല പോകേണ്ട, ഇതല്ല ലൈൻ, യുവർ ലൈൻ ഈസ് ലെഫ്റ്റ്, യുവർ ബ്രേക്ക് ലൈറ്റ് ഈസ് നോട്ട് വർക്കിംഗ്, അല്ലെങ്കിൽ യു ആർ യൂസിങ് ദ മൊബൈൽ ഫോൺ വിച്ച് ഈസ് ബാൻഡ് ഐറ്റം ഓൺ ദ ഡ്രൈവിംഗ്. അപ്പൊ ഇങ്ങനെ അവരെ കറക്റ്റ് ചെയ്യുന്ന ഒരു മെഷറാണ്. ഞാനാണെങ്കിൽ ഇപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷൻ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ചെയ്യുന്നത് ഈ മാതിരിയുള്ള ഓൺ റോഡ് എൻഫോഴ്സ്മെന്റ് ആണ്, അല്ലെങ്കിൽ അവയർനെസ് ആണ്. അപ്പൊ നമ്മൾ വാഹനം നിർത്തി പരിശോധിപ്പിക്കുന്നതിലൊന്നും ഒരർത്ഥം ഉണ്ടാകാൻ പോകുന്നില്ല. കൂടാതെ ഈ ഇപ്പൊ ഒരു നമ്മുടെ മൺസൂണിന് മുമ്പ് പ്രീ മൺസൂൺ ചെക്കിംഗ് ഉണ്ട്. ടയർ വിയർ, വൈപ്പർ, ഇതൊക്കെ നമ്മൾ ചെയ്യാൻ റോഡിൽ ഇറങ്ങി നിന്ന് ഇപ്പൊ ഈ അപകടം ഉണ്ടായ സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ചെക്കിങ്ങിന്റെ ആവശ്യമുണ്ട്. കൂടാതെ അവിടെ ഞാനൊന്ന് ഇടപെട്ട് ശ്രീ ഉപേന്ദ്രനാണ്. അതായത് നമുക്കിപ്പോൾ ഇന്നിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരാണ്. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപകടത്തിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു അവയർനെസ്സോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ ശബരിമല തീർത്ഥാടനത്തിന് മുൻപ് എല്ലാ വകുപ്പുകളും സംയോജിച്ചുള്ള മീറ്റിംഗ് ഒക്കെ നടക്കുമല്ലോ, അങ്ങനെ ഒരു ജാഗ്രത ഇവിടെ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഈ കൊല്ലം അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സംഭവം ഇല്ല. അല്ലെങ്കിൽ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും എക്സ്പെർട്സും പോലീസും ഒക്കെ കൂടെ ചേർന്നിട്ട് ഡെസ്റ്റിനേഷൻ ബോർഡുകൾ ഇറക്ട് ചെയ്യുക, സൈൻ ബോർഡ് ഇറക്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യം ഇതെല്ലാം ആന്ധ്രാപ്രദേശ് അങ്ങനെയൊക്കെയുള്ള ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവേഴ്സ് ആണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് കോഫി കുടിക്കാനുള്ള അറേഞ്ച്മെന്റ്. ഫോർ എക്സാമ്പിൾ കാസർഗോഡ് നിന്ന് നമ്മുടെ ബൗണ്ടറി കടന്നു വരുന്ന ആൾക്കാർക്ക് നമ്മളെ കണ്ണൂര്, മലപ്പുറത്തെ വട്ടപ്പാറ, അവിടെ എല്ലാം ചെറിയ മാത്രമല്ല ശ്രീ ഉപേന്ദ്രനാണ്, ഇന്നിപ്പോൾ ആക്സിഡന്റ് നടന്ന തെമ്മല എന്നുള്ള ആ ടെറൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് പരിചയമില്ല ഈ ടെറൈനെ കുറിച്ച്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി നമ്മൾ അതിനൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്തോ? അങ്ങയുടെ അറിവിലുണ്ടോ? ഇല്ല, അതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഞാൻ 28 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിരന്തരം വർക്ക് ചെയ്യുകയാണ്. അപ്പോ സർക്കാർ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, പോലീസ് എന്ത് ചെയ്യുന്നു, മോട്ടോർ വെഹിക്കിൾ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് എനിക്കറിയാം. ഇപ്പോ എല്ലാ കൊല്ലവും നേരത്തെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസിന് 2 crore rupees കൊടുക്കുമായിരുന്നു 17 പോലീസ് ഡിസ്ട്രിക്റ്റിന് വേണ്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല സീസൺ വരുമ്പോൾ ആക്സിഡന്റ് കുറയ്ക്കാനായിട്ടുള്ള സൈൻ ബോർഡുകൾ, റിഫ്ലക്റ്റീവ് ജാക്കറ്റ്സ്, ബാറ്റൺസ്, ടോർച്ച് ലൈറ്റ്സ്, പിന്നെ പെട്രോളിങ്ങിനുള്ള വാഹനങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ അത് കുറെ കൊല്ലമായിട്ട് സാമ്പത്തിക ഞെരുക്കം മൂലം അത് നിന്നുപോയി. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്നെ മാതിരി ആൾക്കാരുടെ നോളജ് സർക്കാർ ഉപയോഗിക്കണം. ഇപ്പൊ നമ്മളൊരു ചാനൽ ചർച്ചയിൽ പറയുന്ന പോലെ എല്ലാ കാര്യവും എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. 100 കണക്കിന് ജോലി ഇതിനകത്ത് ചെയ്യാനുണ്ട്, ചെയ്യാൻ അറിയാം, റിസൾട്ടും ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഞാനിപ്പോ സംസ്ഥാന റോഡ് സേഫ്റ്റി അതോറിറ്റിയിലെ ഒരു മെമ്പറാണ്. ഞാനും മിസ്റ്റർ ഋഷാദ് സിംഗും മെമ്പേഴ്സാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ദീർഘകാലത്തെ പരിചയമുണ്ട്. ഈ കേരളത്തിലെ ടെറൈൻ എന്താണ്, എവിടെയാണ് ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുമ്പോൾ എല്ലാം അപകടകാരികളല്ല. അതിനകത്ത് തീർച്ചയായും ശ്രീ ഉപേന്ദ്രനാണ്, നമ്മൾ ഈ പബ്ലിക്കിന്റെ കൂടി പൊതുജനങ്ങളുടെ കൂടി പ്രതികരണങ്ങൾ തേടിക്കൊണ്ടാണ്. കാരണം നാഗരാജ് സാർ കൂടി നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും വളരെ കുറെ എല്ലാവരുടെയും കോൾ നമുക്ക് എടുക്കാൻ കഴിയില്ല, പ്രായോഗികമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ശ്രീ ജോസഫ് എറണാകുളത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് പറഞ്ഞോളൂ. സാർ, അതെ, ഈ എറണാകുളം സിറ്റിയിൽ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സിന് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ട്രെയിനിങ് അപ്ഡേറ്റ് കൊടുക്കണം ഒരു കാലാകാലങ്ങളിൽ. ഇത് ആൾക്കാർ ഭയങ്കര റാഷായിട്ടാണ് പോയിക്കണം. ബസ് പ്രത്യേകമായിട്ടൊരു പരിഗണന കൊടുത്താൽ കൊള്ളാമായിരുന്നു. ബസ്സുകൾ ഈ മത്സര ഓട്ടം അതൊക്കെയാണ് പ്രശ്നം അല്ലേ എറണാകുളത്ത്? അതെ അതെ അതെ.
തീർച്ചയായും അത് ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പിന്റെ പ്രതിനിധി കൂടി ഉള്ള സ്ഥിതിക്ക്, കമ്മീഷൻ കൂടി ഉള്ള സ്ഥിതിക്ക് തീർച്ചയായും അതുകൂടി നോട്ട് ചെയ്യുകയാണ്. ശ്രീ നാഗരാജ് സാറേ, ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഞാനെല്ലാം ശ്രദ്ധിച്ചായിരുന്നു. അപ്പോ ഇദ്ദേഹം പറഞ്ഞ പോയിന്റ്സിലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ശബരിമല സീസണിലെ ശബരിമല സേഫ് സോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോജക്റ്റ് തന്നെ ഉണ്ട്, അദ്ദേഹത്തിന് അറിയാം അത്. അപ്പോൾ ഇത്തവണ നമ്മുടെ 6 ലാംഗ്വേജസിലെ ഈ യൂട്യൂബിലെ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. ഈ യൂട്യൂബിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു ബ്ലാക്ക് സ്പോട്ട്സിന്റെ ചാർട്ട് തയ്യാറാക്കി ഡൗൺലോഡബിൾ ഫോർമാറ്റിൽ അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തെലുഗു സംസാരിക്കുന്ന ഒരാളാണ്, എൻ്റെ മദർ ടങ്. അപ്പോൾ ഞാൻ തന്നെ സംസാരിച്ചിട്ടാണ് യൂട്യൂബിലെ ഇത്തവണ ഒരു വീഡിയോ ഇറക്കിയത്. പല ഭാഷകളിൽ ഹിന്ദിയിൽ സംസാരിച്ചത് നമ്മളൊരു അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസാണ്. അപ്പോൾ വി ഹാവ് പ്രിപ്പയർഡ് അവേർനെസ് അബൌട്ട് വേരിയസ് ഫാക്ടേഴ്സ് ഇമ്പാക്ടിങ് റോഡ് സേഫ്റ്റി ഡ്യൂറിങ് ശബരിമല സീസൺ. ആൻഡ് വി ഹാവ് പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് ബ്ലാക്ക് സ്പോട്ട്സ്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഏത് ഡിസ്റ്റൻസിൽ ഏത് സ്ട്രെച്ചിൽ എവിടെയാണ് ബ്ലാക്ക് സ്പോട്ട്, അവിടെ സംഭവിക്കുന്ന ആക്സിഡൻസിന്റെ മിക്കവാറും കാരണങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു ചാർട്ടാണ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഡിസെമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ചെക്കിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഈ ഹൈവേ പോലീസിന്റെ വളരെ പരിമിതമായ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ അംഗങ്ങളുടെ കാര്യശേഷി അത് കൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ടോ? കാരണം കൂടുതൽ ആളുകളെ നിയോഗിക്കണം, ഡിപ്ലോയ് ചെയ്യണം. ഇപ്പോഴത്തെ കാരണം റോഡിന്റെ അവസ്ഥ താങ്കൾ പറഞ്ഞു, വാഹനങ്ങളുടെ അവസ്ഥ താങ്കൾ പറഞ്ഞു. നമുക്കൊരു ഈ സംയോജിത ഒരു ഡ്രൈവ് ഇപ്പോൾ നടക്കുന്നുണ്ടോ? എല്ലാ വകുപ്പുകളെയും, പ്രത്യേകിച്ച് പോലീസ് ആയാലും എക്സൈസ് വകുപ്പായാലും ഇവരൊക്കെ വെച്ച് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ, കാരണം ആളുകളുടെയൊക്കെ തന്നെ മനോനില തെറ്റി ഓടുന്ന ആളുകളുണ്ട്, മദ്യപിച്ച് ഡ്രങ്കൻ ഡ്രൈവിങ്. അപ്പോൾ ഇതൊക്കെ ഒരു സംയോജിത ഡ്രൈവ് അത് ഈ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമില്ലേ? അങ്ങനെ എന്തെങ്കിലും പദ്ധതി നമ്മുടെ മുന്നിലുണ്ടോ? നമുക്ക് ഉണ്ട്. ഓൾറെഡി മന്ത്ലി നമ്മൾ ജോയിന്റ് ചെക്കിംഗ് നടത്തുന്നുണ്ട്. MVD പോലീസ് ഉൾപ്പെടെ നമ്മൾ ജോയിന്റ് ചെക്കിംഗ് നടത്താറുണ്ട്. എസ്പെഷ്യലി പ്രശ്നബാധിത മേഖലകളുണ്ട്, കുറച്ച് ആക്സിഡന്റ് ബ്ലാക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയാസിലെ ഈ 2 ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ 3 ഡിപ്പാർട്ട്മെന്റ്, ചിലപ്പം ജിയോളജി ആയിട്ട് ചെക്കിംഗ് ചെയ്യേണ്ടി വരും, ചിലപ്പം എക്സൈസ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കൂടെ നമ്മൾ ചെക്കിംഗ് നടത്താറുണ്ട്. ഈ ജോയിന്റ് ചെക്കിംഗ് വളരെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഒരു SOP ആണ് നമുക്ക്. അതുപോലെ തന്നെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തും 2 പേര് കൂടുതൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. റോഡ് ഓണർ, MVD ആൻഡ് പോലീസ് ഒരു ജോയിന്റ് റിപ്പോർട്ട് തയ്യാറാക്കും, ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യും, അതിന് കറക്റ്റീവ് സ്റ്റെപ്സ് നമ്മൾ എടുക്കും. എൻഫോഴ്സ്മെന്റ് വേണോ, അല്ലെങ്കിൽ വെഹിക്കിൾ റിലേറ്റഡ് ഫിറ്റ്നസ് റിലേറ്റഡ് ആണോ, അവിടുത്തെ ലോക്കൽ എൻവയൺമെന്റ്, അവിടുത്തെ റോഡ് അല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റിംഗ്, അവിടുത്തെ റോഡ് എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളാണോ, ഇത് നോക്കിയിട്ട് ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് ഈ ജോയിന്റ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എനിക്ക് തോന്നിയത് നമ്മുടെ ഡ്രൈവേഴ്സിന്റെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അബൌട്ട് റോഡ് സേഫ്റ്റി. ഐ തിങ്ക് ദാറ്റ് ഈസ് എ ക്രൂഷ്യൽ തിങ്. ഇപ്പോൾ മഴ പെയ്യുന്നു, രാത്രി കാലമാണ് എങ്കിൽ എനിക്ക് നോർമൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് വിഷ്വൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ തൊട്ട് നടന്ന ആക്സിഡൻസിന്റെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ ആ സ്പീഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നു ആ ഒരു റോഡിലെ ആ സ്പീഡ് പറ്റില്ല. ആ ഒരു സമയത്ത് അത്രയും ഇരുട്ടിലെ ആ മഴയെ അത്രയും സ്പീഡിൽ ഒരു വണ്ടി പോകാനേ പാടില്ല. അപ്പോൾ ഡ്രൈവറിനെ ഒരു അസസ്മെന്റ് വേണം, എത്ര സ്പീഡ് ആയിരിക്കണം, ഏത് കണ്ടീഷൻസിൽ. സോ ദ ഓൺലി ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ഡ്രൈവർ. ഡ്രൈവർ തീരുമാനിക്കണം ഒരു വണ്ടിയുടെ ഒരു സേഫ് ഡ്രൈവിംഗ് എങ്ങനെ ആയിരിക്കണം. നഗരാജ് സർ, ദിലീപ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ദിലീപ് പയ്യന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ദിലീപ് പറഞ്ഞോളൂ. ഞാൻ 32 വർഷമായി ഈ മേഖലയിലുണ്ട്, മോട്ടോർ മേഖലയിൽ. ഞാൻ ശബരിമലയിൽ വണ്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോ സാർ പറഞ്ഞ ഏറ്റവും വലിയ കറക്റ്റ് കാര്യങ്ങളാണ്. കാരണം വെച്ചാല് ആദ്യം കൊടുക്കുന്ന ട്രെയിനിങ് ഡ്രൈവിംഗ് സ്കൂളുകാരാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ സിഗ്നലിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി ഏത് ഭാഗത്തേക്ക് തിരിയണം എന്നുള്ളത് ഡ്രൈവിംഗ് സ്കൂൾ പറഞ്ഞു കൊടുത്താലേ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ എന്ന് വെച്ചാൽ ഇന്നലെ പഠിച്ചു വന്ന ഡ്രൈവറാണ് നാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. അവർക്ക് ആ കയറ്റത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ടോ ബാക്കോട്ടോ പോകാൻ അവർക്ക് അറിയില്ല. കാരണം വെച്ചാൽ ആ വണ്ടി ബാക്കോട്ട് ഇറങ്ങി വരുന്നത്. ഇപ്പൊ ശബരിമലയിൽ നടന്നുകൊടുക്കുന്നതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന വെച്ചാൽ അവർ കയറ്റത്തിൽ അവരെ നാട്ടിൽ നിന്ന് വരുന്ന അതേ സ്പീഡിൽ കയറി പോവുകയാണ്. ആ കയറിപ്പോകുന്ന വണ്ടി പരമാവധി അതിന്റെ മുകളിൽ എത്തുമ്പോൾ ആ വണ്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന് ചവിട്ടാൻ കിട്ടൂല. ആ വണ്ടി തിരിച്ച് ബാക്കോട്ട് ഇറങ്ങും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. സാറ് പറഞ്ഞു ഇവിടെ ഈ പരിഷ്കരണം നടത്തണമെന്ന്. അതുപോലെ റെന്റേ എന്ന് പറഞ്ഞാൽ ഈ പയ്യന്നൂർ നമ്മൾ ഈ പരിസരങ്ങളിൽ ഒരുപാട് റെന്റേ കാറുകൾ വാടക കൊടുക്കുന്നുണ്ട്. നമ്മൾ അധികാരികളുടെ മുമ്പിൽ പരമാവധി നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഓരോ വണ്ടി നമ്മൾ പിടിച്ചിട്ടുണ്ട്, നമ്മൾ തൊഴിലാളികൾ പിടിച്ചിട്ടുണ്ട്. അതിനൊന്നും നടപടി എടുക്കുന്നില്ല.
ആദ്യം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇവിടെ അനധികൃതമായിട്ട് ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട്. രാത്രി കാലം അതുപോലെ സാറിപ്പം പറഞ്ഞ് രാത്രി വണ്ടി ഓടിക്കുന്നത്. ഞാനിപ്പോ എന്റെ നാട്ടിൽ നിന്ന് ഞാനിപ്പം ശബരിമലയിലേക്ക് വരുമ്പോൾ എനിക്ക് എന്റെ ആ റൂട്ട് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന റൂട്ടില്. അതായത് തീർച്ചയായും വളരെ വാലിഡ് പോയിന്റ് ആണ്. ഈ റെന്റ് കാറിന്റെ കാര്യം തന്നെയാണ്, ഈ കാർ വാടകയ്ക്ക് കൊടുക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ. കാരണം അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ കണ്ടതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നാഗരാജ് സാറ്, ഒന്ന് അതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയുകയാണ്. കാരണം ഒരു മാസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 8 ഇടങ്ങളിലാണ് കുഞ്ഞുങ്ങളെ ഇടിക്കാനായി സീബ്ര ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച യാത്രക്കാർ അവിടെയൊക്കെ എത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് പോലും സ്കൂളിന്റെ പരിസരത്ത് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല. 8 സംഭവങ്ങളാണ് ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ മൂലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടേക്കുള്ള ഡ്രൈവിങ്ങിന്റെ സ്പീഡ് സ്കൂളിന്റെ പരിസരത്ത് അവിടെ ചെക്കിംഗ് ഉണ്ടാകുന്നില്ല. പരമാവധിയും കഴിഞ്ഞുള്ള സ്പീഡിലേക്ക് പോവുകയാണ്. പിന്നെ വഴിയാത്രക്കാർക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്കുള്ള ഈ പാതയോട് ചേർത്ത് കൊണ്ടുവന്ന് ഒരു ലൈനുണ്ട്, പക്ഷേ ആ ലൈനും കടന്ന് വാഹനങ്ങൾ നിർത്തുകയാണ്. പരിഗണന വഴിയാത്രക്കാർക്ക് ക്രോസ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നില്ല. ഇതൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അവിടേക്കുള്ള സിഗ്നൽ സംവിധാനത്തിലും പരിശോധനയും നമുക്ക് എങ്ങനെ കാര്യക്ഷമമാക്കാൻ കഴിയും? ഓക്കെ, ആദ്യം ഇദ്ദേഹം പറഞ്ഞത് സ്കൂൾ കുട്ടികളുടെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചത് മിക്കവാറും ആക്സിഡൻറ്റ്സ് നടക്കുന്നത് സ്കൂൾ കുട്ടികൾ അതാത് വണ്ടികൾ ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം, അതിൽ തന്നെ അതിൽ ഒരുപാട് നമുക്ക് ട്രെയിനിങ്ങും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബോത്ത് ചിൽഡ്രൻ, ബോത്ത് ദ ടീച്ചേഴ്സ്, ദ പേരൻസ് ആൻഡ് എവറിബഡി. കാരണം കുട്ടികൾ ഒരു വണ്ടിയുടെ മറവിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മിക്കവാറും ആക്സിഡൻറ്റ്സ് അങ്ങനെയാണ് നടക്കുന്നത്. ഒരു ബ്ലൈൻഡ് സ്പോട്ട് വഴി സഡൻലി ഒരു പെഡസ്ട്രിയൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഓൺകമ്മിങ് ട്രാഫിക്കിൻ്റെ ആ ഒരു സ്പീഡ്, അതുപോലെ തന്നെ സ്കൂൾ സോണിൽ, എസ്പെഷ്യലി അത് സ്കൂൾ സോൺ ആവാം, അല്ലെങ്കിൽ ഒരു സ്കൂൾ ബസ് സ്ഥിരം നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പ് ആവാം, ഒരു സ്കൂൾ സ്റ്റോപ്പ് ആവാം. പക്ഷേ ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡ് ഇരുവശങ്ങളിൽ ക്ലിയർ ആയിരിക്കണം. പല രാജ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ ബസ് നിർത്തുമ്പോൾ 2 സൈഡിലെ ട്രാഫിക് 50 മീറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി വെക്കും. അവിടെ സ്റ്റോപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സിഗ്നൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, they have to stop. All the vehicles will stop till the bus goes away and till all the children cross the road. അതാണ് അവിടുത്തെ കൾച്ചർ. അറ്റ്ലീസ്റ്റ് നമുക്ക് മൊത്തം ട്രാഫിക് നിർത്തിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ബസ്, സ്കൂൾ ബസ് ഡ്രോപ്പ് ചെയ്ത ബസ് അവിടെ നിന്ന് വിട്ടു പോയി കഴിഞ്ഞിട്ട് ഒരു വിസിബിലിറ്റി ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും. എല്ലാ സ്കൂളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ സമയത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഒരു കാര്യം കൂടി ചോദിച്ചത് സാർ. നമ്മളെന്തായാലും ഈ AI ക്യാമറകൾ എല്ലായിടങ്ങളിലും വലിയ പദ്ധതിയായിട്ടാണ് നടപ്പാക്കുന്നത്. നമുക്കിപ്പോൾ AI ക്യാമറകൾ വഴിയുള്ള ഈ ഫൈൻ അടയ്ക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന നമ്മൾ അതിലൊക്കെ ഇന്നത്തെ ഒരു ഐ ഓപ്പണായി കണ്ടുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ പുതുതായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു വിഷൻ താങ്കളുടെ ഭാഗത്തുണ്ടോ? കുറച്ചുകൂടി, കാരണം പെറ്റി അടച്ചൊക്കെ എങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി ടെക്നോളജി ബേസ്ഡ് എൻഫോഴ്സ്മെന്റ്. അതെ, അപ്പോൾ ഈ ടെക്നോളജി ബേസ്ഡ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയും നമ്മൾ AI ക്യാമറാസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിലവിലെ നമുക്കുള്ള കേപ്പബിലിറ്റീസ് എന്ന് വെച്ചാൽ റെഡ് ലൈറ്റ് വയലേഷൻ, ഇദ്ദേഹം പറഞ്ഞതല്ലോ, റെഡ് ലൈറ്റ് ലൈൻ ക്രോസ് ചെയ്യുന്നു, പെഡസ്ട്രിയൻ ക്രോസിംഗ് അടുത്തേക്ക് വണ്ടി വരുന്നു. അപ്പോൾ ഒരു റെഡ് ലൈറ്റ് നിൽക്കുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്താൽ നമുക്ക് RLVD എന്ന ക്യാമറാസ് ഉണ്ട്. ആ ക്യാമറാസ് സെറ്റപ്പ് ചെയ്തത് കെൽട്രോൺ വഴി MVD സെറ്റപ്പ് ചെയ്തതാണ്. പക്ഷേ ആ സ്റ്റോപ്പ് ലൈൻ സിഗ്നൽസ് സെറ്റപ്പ് ചെയ്തത് അതാത് ലോക്കൽ ബോഡീസ് അല്ലെങ്കിൽ അതാത് സ്മാർട്ട് സിറ്റീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർഡിനേഷൻ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. Every signal and the concerned camera agencies, we have to coordinate with each other, and if there is any problem, there has to be a real-time feedback. അപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന സംഭവം പോലത്തെ ഉള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണിത്. അതുപോലെ തന്നെ AI ക്യാമറാസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ടൈമേഴ്സ് ഉണ്ടായിരിക്കണം. പബ്ലിക്കിന് ടൈമർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എത്ര നേരം നിൽക്കേണ്ടി വരും, വണ്ടി ഓഫ് ചെയ്യണമോ വേണ്ടയോ എന്ന ഒരു പേഷ്യൻസ് നമുക്ക് ബിൽഡ് ഇൻ ചെയ്യാൻ പറ്റും ടൈമർ ഉണ്ടെങ്കിൽ. So wherever there is no camera system, we should at least have a timer system എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. തീർച്ചയായും എന്തായാലും വളരെയധികം നന്ദി ശ്രീ നാഗരാജു, CH നാഗരാജു, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഒപ്പം തന്നെ ശ്രീ ഉപേന്ദ്ര നാരായണൻ. ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇവരെയൊക്കെ തീർച്ചയായും സാറേ വിലപ്പെട്ട സമയങ്ങളിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന് രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ റോഡ് സുരക്ഷയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മുന്നിലുള്ള ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചർച്ചയാക്കേണ്ടതും തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതും എന്നുള്ളതാണ് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.